താൻ പാടുന്നു പറഞ്ഞിട്ട് എന്താ പറഞ്ഞ്? പേടിച്ചിട്ടൊന്നല്ല. പേടിയോ? ആരെ? അതല്ല, വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ, നമ്മൾ അതിനിടയ്ക്ക്. അത് ശരിയാ. ഈ ജൂനിയർ ഏഴ്സാസ് ഒന്നും വരാൻ പോണില്ല. വന്നാ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും. താൻ നോക്കിക്കോ. മൂപ്പരാണോ? ഇങ്ങനെ വലതുവരെ ഒരു കുമ്മായത്തിൽ വീണ പോലെയുണ്ട്. ഈ ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും? ഞാനാണ് വൈസ് പ്രസിഡന്റ്. ഓ, ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ. ഞാൻ സന്തോഷ്. ഓ, ഇത് രാജപ്പൻ, മെമ്പറാ. പാടും. ഹലോ. ഹലോ. കണ്ണാടി കൂടി വെള്ളം അടിക്കായിരുന്നു. ഓ, യാത്ര ആകെ പ്രശ്നമെന്ന് തോന്നുന്നു. ട്രെയിനിൽ AC, തണുപ്പടിച്ചിട്ട് തൊണ്ടയ്ക്കൊരു കേട്ടില്ലേ, അതാ എന്റെ ഒരു ചുക്കൊള്ള. തത്തമംഗലത്തല്ലേ സ്ഥലം? അവിടുന്ന് ട്രെയിനോ? അത് ഈ തത്തമംഗലത്തുനിന്ന് കാറില് പാലക്കാട് വന്നു. പാലക്കാട് ട്രെയിൻ പിടിച്ചു. കാർ യാത്ര. ഓ, ഈ പൊടി അടിച്ച അപ്പ തുടങ്ങും തുമ്മലും മൂക്കടപ്പും. ഹലോ, ഇവിടെ വന്നിറങ്ങിയപ്പോ സ്റ്റേഷനിൽ ആരെങ്കിലും കാറുമായിട്ട് കാത്തിക്കുന്ന കരുതിയെ. യാവട്ടെ, ഇതാണ് ഈ ചെറിയ ക്ലബുകൾക്കൊന്നും പാടാൻ ഞാൻ പോവാത്തെ. കാര്യം പറയണ കാശ് കിട്ടും, പക്ഷേ ഇറസ്പോൺസിബിളാ. കേട്ടോ, എന്റെ കാശിലാ, എനിക്ക് പോണം. നമുക്ക് ഈ ഓട്ടോയിൽ തന്നെ മേനോസന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഹോട്ടലൊന്നുമില്ലേ? നല്ല ഹോട്ടലൊന്നും ഇല്ല. ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. സൗകര്യം ഉണ്ടോന്നോ? വാഴപ്പള്ളി മേനോന്മാര് ഇവിടുത്തെ വലിയ തറവാട്ടുകാരാ. ഓഹോ. കൃഷ്ണ രക്ഷിച്ചു. ഇപ്പഴാണ് ശ്വാസം നേരെ വീണത്. വരെ യേശുദാസ് അല്ലേ? അതെ. ഒരു താടിയുടെ കുറവുണ്ട്. ഓ, അല്ല, യേശുദാസിന് നല്ലൊരു സുന്ദരം താടിയുണ്ട്. ആദ്യം ഈ അസൂയ കളയാ, എന്നാലും നീയൊക്കെ നന്നാവൂ. വരൂ. പരിചയപ്പെട്ടില്ലല്ലോ. പറക്കൽ കോവിലൊന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രസിദ്ധാണേ. ആ കോലോത്തെ ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിൽ മ്യൂസിക് ടീച്ചറാ. ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ. സംഗീതത്തിൽ ജനിച്ചു, സംഗീതത്തിൽ വളർന്നു, സംഗീതമേ ജീവിതം. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പാടാൻ ചെറിയമ്പുരാട്ടെ കിട്ടിയത് എന്റെ ഭാഗ്യമല്ല, താങ്കളുടെ ഭാഗ്യ. ശശികുമാർ ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ആരാണ് ഗുരു? ഗുരു കോളേജിലാ പഠിച്ചത്. പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ്. അപ്പൊ പ്രഭാകരവർമ്മയെ പിന്നെ അറിയും. പക്ഷെ ഞാൻ മെയിനായിട്ട് ഈ വീട്ടില് മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ. അവര് പാടണത് കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായത് തന്നെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ മേന്നെ, ഈ കലാ സംഗീതം എന്നൊക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ. അതെ. എന്നാ പിന്നെ ഞാൻ വഹിക്കണില്ല. ഓട്ടോറിക്ഷയുടെ കാശ്. ഒരു കാര്യം ചെയ്യേ, തമ്പുരാട്ടൊന്ന് കലാമണ്ഡലത്തിൽ കൊണ്ടുവിട്. എന്നിട്ട് കമ്മിറ്റി ഹൗസിൽ മേടിച്ചോ. ഞാൻ പറഞ്ഞോ. ശരി. അപ്പൊ കേക്കാൻ ഞാനും വരണുണ്ട്. വരണല്ലോ. കേട്ടില്ലേ പറഞ്ഞത്? അപ്പോ യാത്രയൊക്കെ സുഖമായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശബ്ദം. എന്തത്? ചുക്കോള. ഓ, ദാസേട്ടൻ ഇതാ കുടിക്കാൻ. ഏത് ദാസേട്ടൻ? യേശുദാസേ. ഓ, ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാധനം ഞാൻ ഉണ്ടാക്കി തരാം. ചുക്കും കുരുമുളകും അരിമോദകവും ഇരട്ടിമതിലൊക്കെ ഇട്ടിട്ട് നല്ല കടുപ്പത്തുള്ളൊരു കാപ്പി. തൊണ്ടുണ്ടല്ലോ, കുയിൽനാദം. കുട്ടി ഭാവം ഉണ്ടാവണം. ഒന്നുകൂടി സ്വീറ്റായിട്ട് പാടൂ.
നമുക്ക് പല്ലവി നോക്കാം. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ഇത്തിരി പഞ്ചസാര ഉണ്ടോ ഒരു സ്വീറ്റ് ആകാൻ? പോയ നാടകം ശരിക്കും പഠിക്കാൻ നോക്ക്. പഞ്ചസാര ഇടാൻ വന്നിരിക്കും. എന്ത് കഷ്ടം. വന്നേ. ആ ഒന്നും കൂടി വന്നേ. അതെന്താ ഇത് കൊളമാണല്ലോ. അതേ തറവാട്ടോ കൊളാ. എന്താ കുളിക്കണോ? ഈ കുളമല്ല, ആ പെണ്ണിന്റെ പാട്ട് കൊള്ളാമല്ലോ ഒന്ന്. പാട്ട് കൊളോ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അപ്പൊ പാടിയൊന്നും കേട്ടില്ലേ? എന്താ കുഴപ്പമുണ്ടോ? ഇത്തിരി സീറ്റാക്കിയ പോരെ. സ്വീറ്റാക്കാൻ ആ ചെക്കൻ പറഞ്ഞ പോലെ കുറച്ച് പഞ്ചസാര ഇട്ടങ്ങട് ഇളക്കാം. ഫീമെയിൽ വോയിസ് നന്നായില്ലെങ്കിൽ ഞാൻ പാടില്ലാട്ടോ. ജൂനിയറെ, അതെ 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 ജൂനിയറെ, നമുക്ക് എങ്ങനെയും ശരിയാക്കി എടുക്കാം. ശരിയാക്കി എടുക്കാം. ശരിയാക്കി എടുക്കാം. എന്നിട്ട് അടുത്ത കൊല്ലം പാടിക്കാം. എന്താ എന്തെങ്കിലും വിഷമിക്കല്ലേ എന്റെ ജൂനിയറെ? അതന്നെ. എന്നാലേ ഞാനൊരു അഡ്രസ് തരാം. എറണാകുളത്തുള്ളൊരു കുട്ടിയാ. കൈയോടെ കൊണ്ടുവന്നാ നിങ്ങക്ക് പരിപാടി നടത്താം. അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിൽ പോവേ. എന്റെ മാനം പോ എന്റെ കൃഷ്ണ. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ. പാടിക്കോളൂ, കുട്ടിക്ക് പറ്റും. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ. പഠിപ്പിച്ചെടുക്കാം. കുട്ടി ഒന്നുകൂടെ പാടൂ. ആ പാടൂ. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ. ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ. നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രിയിൽ. ശ്രുതി ചേർന്നു മൗനം. വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ. കൊളാണോ ഓക്കെ ആണോ? എന്താടി ഈ വഴി? ഏയ് ഒന്നുമില്ല, ഞാൻ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട്. എന്നിട്ടെന്താ ഈ വഴി? സ്കൂളിൽ വിട്ടിട്ട് ഈ വഴി ഒരാളെ കാണാണ്ടായിരുന്നേ. ഇവിടെ തട്ടാനില്ലേ ഗോവിന്ദൻ, ഒരു കമ്മൽ വിളക്കാൻ കൊടുത്തിരുന്നേ. ഇതൊക്കെ നിന്റെയാ? കണ്ടോര് കിട്ടൊന്നും ഞാനിടില്ല. ഈ കമ്മല് സ്വർണ്ണ? നല്ല അസല് സ്വർണ്ണ. എന്റെ കമ്മലും മാലയും വളയും ഒക്കെ സ്വർണ്ണ. മുക്കൊന്നും ഞാനിടില്ല. നിന്റെ ഭാഗ്യം. നിനക്ക് അവിടെ എന്താ സുഖം? ഇവിടെ പണിയെടുത്തെടുത്തിന്റെ നടു ഒടിഞ്ഞു. എന്നിട്ട് തരണതോ 150 റുപ്യ. പിന്നെ വളിച്ചതും പുളിച്ചതും കൈയിട്ട് വാരിയതും അറയ്ക്കും. എനിക്കൊന്നും അറിയില്ല. ഞാൻ അവിടെ വേലക്കാരിയായിട്ടൊന്നല്ല നിക്കണേ. പിന്നെങ്ങനെ ഞാനതൊക്കെ അറിയാ? നിന്റെ പാട്ട് നന്നായിട്ടോ. കാണാനൊക്കെ ഇതന്നെ പറയണേ. വഴിയില് ചെക്കന്മാര് കളിയാക്കുക. എസ് ജാനകിന്ന് വിളിച്ച്. ശശിയേട്ടൻ പറയണത് ചിത്രയുടെ പോലെയെന്നാ. ശശിയേട്ടന്റെ പാട്ട് എന്ത് രസല്ലേ. ശരിക്കും വിശ്വാസ്. പോയി അവരൊക്കെ? ആരൊക്കെ ഉണ്ട്. ശശികുമാർ എട്ടരയായപ്പോ എണീറ്റ് കുളിയും കഴിഞ്ഞു പോയി. 10:30 മേലിന് പോകാനാ.
ഗന്ധർവകായകന്റെ പൊന്നിൽ കുളിച്ചു നിൽക്കും ചന്ദ്രികാവസന്തം. തൊള്ള മുറുക്കാൻ നല്ലോണം മുറുക്ക് വരാലേ. ബലം പിടിച്ചു നിൽക്കുമ്പോ നിങ്ങൾക്കൊരു സുഖമായിക്കോട്ടെന്ന് വെച്ച് പാടിയത് കുറ്റമായോ? എന്നെ സൂചിപ്പിക്കാനാ? അതിൽ പാട്ടാ കളന്ന കാര്യം പോലെയുണ്ട്. എന്റെ പാട്ട് നോക്കണ്ട. എന്നാലും എന്റെ മായിട്ടിക്ക, നിങ്ങൾ അവളുടെ പാട്ടൊന്ന് കേൾക്കണായിരുന്നു. എന്നോട് ചോദിക്കാണ്ട് പോയെന്റെ കലി കയറിയ ഞാൻ അവിടെ ചെന്നത്. ചെന്നപ്പോ അവള് പാടുക റെക്കോർഡ് വെച്ച് പോലാന്നേ. എല്ലാം വല്ലയിടത്തും ചേർത്ത് പഠിപ്പിക്കടാ. വല്ല പള്ളിക്കൂടുതലും പാട്ട് ടീച്ചറെ ജോലി കിട്ടും. അത് പള്ളി പറഞ്ഞാ മതി. അങ്ങനെ പഠിച്ച പടിപ്പുറത്തൊന്നും കയറണ്ട. ഉള്ളത് എന്റെ വീട്ടിൽ ഇരുന്ന് പാടിയാ മതി. ഞാൻ കേട്ട് സൂചിച്ചോളാം. അത് മതി. ഓ, തന്നെ പോലത്തെ ഒരു മുരടം മുത്തൂരെ സഹിക്കുന്നുണ്ടല്ല പെൺകുട്ടി. നിങ്ങൾക്കാ ഞാൻ മുരടൻ, അവക്കെന്നെ ജീവന. എന്റെ മുഖം ഒന്ന് മാറിയാലുണ്ടല്ലോ മൂത്രം ഒഴിക്കും. അയ്യേ, മൺമടലിലയെ കണ്ടാൽ ഒன்றോ മരതിൽ. അയ്യോ ദിവാരൻ. മായിക്ക, ഓ അത് നമ്മുടെ കുഞ്ഞുട്ടനാ ശരിയല്ലേ? അയ്യോ അങ്ങനെ വീണാ ശരിയാവില്ല. ഏയ് അതേതോ ചട്ടുകാലനാ. അല്ലെന്ന് അയാൾ തന്നെ. അല്ല ഇതാരാ? ദിവാറിനോ? അല്ല തന്റെ. ഇവിടെ താനാ പത്നിയച്ച കയ്യിൽ നിന്ന് കാശ് വാങ്ങി നോക്കിയിട്ട് മാസം രണ്ടായില്ലേ? എത്ര പ്രാവശ്യം വരാന്ന് പറഞ്ഞ് പറ്റിക്കണേ? എന്റെ തൊഴിൽ സത്യമായിട്ട്, എന്റെ ഈ മുഴക്കോല് സത്യമായിട്ട്. കാശ് മേടിച്ച് കൈ വെച്ചിട്ട് പണി കാണിക്കരുത്. എടാ ഞാൻ പറഞ്ഞു വരണം, വന്നേ പറ്റൂ. വരാന്ന് പറഞ്ഞാൽ വരും. എടാ ഞാൻ നുണ പറയാനുണ്ടല്ലോ. ഓടിയിട്ടാണ് ഞാൻ വണ്ടി. ആളെവിടെ? മാഞ്ഞു പോയോ? മാഞ്ഞു പോവാൻ ഞാൻ മാങ്ങനല്ല. ഡോഡോ തന്നെ ഞാൻ പിടിച്ചോളാം. ആ പിടിക്കാൻ വേറെ ആശാരിയെ നോക്കിയാ മതി. നീ എന്നെ ഒരുപാട് ഒലത്തും. നിനക്ക് ഈ കള്ളനല്ലാതെ വേറെ നല്ല ആശാരിമാരെ ഏർപ്പാടായി കൊടുത്തോളൂ. അതിന് പണി പകുതി കഴിഞ്ഞ് മുങ്ങിയാ പിന്നെ വേറെ ആശാരി വിളിച്ചാ വരുമോ? എന്റെ അമ്മ. ആ ഒരു നൂറും കുടുങ്ങിയെടുത്ത് എന്താ ഉണ്ടാവണേന്നൊന്നും അറിയണമല്ലോ. നാരായണ, എനിക്കൊരു 100. ഈ കുഞ്ഞൂട്ടന്റെ കണക്കില് എന്തുണ്ടാവുമെന്ന് അറിയണോ? എന്തുണ്ടാവാനാ? ഇതേപോലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ഉലകേ മായം. അതൊന്നും അറിയാമല്ലോ. അറിഞ്ഞോ? പക്ഷേ എന്റെ കണക്കിൽ വേണ്ട. എടാ കുഞ്ഞൂട്ട, ഒരു 50 നീ എനിക്ക് വേണ്ടി പറയണ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു പായ കിടന്നു എല്ലാവരെ വേണ. നീ ആരാ? എവിടെ ഉള്ളതാ? പോയി വല്ല പണി നോക്കാം. എടാ എന്നോട് നീ ഇത് പറയണവനാ. ഞാനത് കേൾക്കണ്ടവനാ. എനിക്കറിയാവിടെ എല്ലാവരെയും കിടന്നോ? എടാ നാരായണ, ഒരു തലയുടെ കൂടി കിടന്നു. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. നീ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞെന്ന് പറ. ചേട്ടാ നാരായണ, എന്നെ ഒന്ന് സഹായിക്കണം. ആദ്യം ചോദിച്ചാല് എന്നെ കണ്ടില്ല ഇന്ന്. എന്ന് ആരാ? നീ അങ്ങ് ചെന്നാ മതി. പൊക്കോ, ഞാൻ പറഞ്ഞു പറ. ശരി. ഓ, ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ശവൻ 2 വീണല്ലോ നാരായണേട്ടാ. ഇത് ഇപ്പോഴും ജീവനുണ്ട്. ഒരു 100 ദശമൂലം. നീ ഇന്ന് പണിക്ക് പോയില്ലേ? ഒന്നും പറയണ്ടെന്നെ നാരായണേട്ടാ. ഞാൻ ആ കുഞ്ഞൂട്ടനാശാരി തേടിപ്പോയതാ. വീട്ടിൽ ചെന്നപ്പോ പണിക്ക് പോയെന്ന് പറഞ്ഞു. പണിസ്ഥലത്ത് ചെന്നപ്പോ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയതാ. പിന്നെ ആളെ കണ്ടിട്ടില്ല. എന്താ ചെയ്യാ? മാസം 2 ഞാൻ അയാളുടെ പിന്നാലെ പാമ്പും കൂണി കളിക്കാൻ തുടങ്ങിട്ട്. ഇത് നാരായണേട്ടാ, ആ കുഞ്ഞൂട്ടനെ കണ്ടാ പറഞ്ഞേക്ക് അയാളുടെ കയ്യും കാലും കെട്ടി ഞാൻ തീവണ്ടിയുടെ മുന്നിലിടുവെന്ന്. പോയി. എന്റെ കയ്യും കാര്യം പിടിച്ചിട്ട് തീവണ്ടിയുടെ മുന്നിൽ കൊണ്ടുവരാൻ അവന്റെ അച്ഛനാരാ? തീവണ്ടിയാ? മന്മതലേ കണ്ടാൽ ഉണ്ടോ? അയ്യോ എന്റെ സഞ്ജപ്പണി.